2017 ദേശീയ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒളിമ്പ്യനും മുൻ ലോക ഒന്നാം നമ്പർ താരവുമായ ഹീന സിന്ധുവിനെ അമ്പരപ്പിച്ച ആ 15 വയസ്സുകാരി ഇന്ന് ഇന്ത്യയുടെ അഭിമാനമാണ്. ആ പെൺകുട്ടിയുടെ പേര് മനു ഭാക്കർ. ടോക്കിയോ ഒളിമ്പിക്സിലേക്ക് ഇന്ത്യ യാത്ര തിരിച്ചപ്പോൾ ഇന്ത്യയുടെ ഷൂട്ടിംഗ് സംഘത്തിന് ഏറെ പ്രതീക്ഷകളായിരുന്നു. 15 ഷൂട്ടർമാരിൽ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ ഹരിയാനയിലെ ദജ്ജാർ ജില്ലയിലെ ഗോറിയ എന്ന കൊച്ചു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന മനു ഭാക്കർ എന്ന പെൺകുട്ടിയിലായിരുന്നു. 2020 ടോക്കിയോയിൽ തന്റെ ആദ്യ ഒളിമ്പിക്സിന് വേണ്ടി മനു ഭാക്കർ എത്തിയപ്പോൾ അവളുടെ മനസ്സിൽ ഒരു സ്വപ്നമേ ഉണ്ടായിരുന്നുള്ളൂ, രാജ്യത്തിന് വേണ്ടി മെഡൽ നേടുക. പക്ഷെ മനുവിനെ അന്ന് കാത്തിരുന്നത് കണ്ണീരായിരുന്നു. ആദ്യ ഒളിമ്പിക്സിൽ തന്റേതല്ലാത്ത കാരണം കൊണ്ട് യോഗ്യത റൗണ്ടിൽ നിന്ന് പുറത്താകേണ്ടി വന്നു അന്നത്തെ 18-കാരിക്ക്. ആ കണ്ണീരിനെ ആയുധമാക്കിയായിരിക്കണം 2024 അവൾ പാരീസിൽ എത്തിയത്. അവളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കുവാനുള്ള വാശി അവളിൽ ഉണ്ടായിരുന്നു. 2024 പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കർ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ സ്വന്തമാക്കിയപ്പോൾ വനിതകളുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം നേടിയ മനുവിന്റെ പ്രകടനം 12 വർഷമായുള്ള ഇന്ത്യൻ ഷൂട്ടർമാരുടെ മെഡൽ വരൾച്ചയ്ക്ക് അവസാനം കുറിച്ചു. ഒളിമ്പിക്സിന്റെ 4ാം ദിവസമായ ഇന്ന് 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിൽ സരബ്ജോത് സിംഗ് മനു ഭാക്കർ സഖ്യം ദക്ഷിണ കൊറിയയെ മറികടന്ന് വെങ്കല മെഡൽ സ്വന്തമാക്കി. ഷൂട്ടിംഗിൽ ആദ്യമായി മെഡൽ നേടുന്ന ഇന്ത്യൻ വനിത എന്ന റെക്കോർഡ് ഇനി മനു ഭാക്കറിന് സ്വന്തം. ഒരേ ഒളിമ്പിക്സിൽ 2 മെഡൽ സ്വന്തമാക്കുന്ന ആദ്യ വനിതയും മനു ഭാക്കറാണ്. ഒരു തിരിച്ചുവരവിന്റെയും മോഹവും വിശ്വാസവും വീണ്ടെടുത്ത് അവൾ നേടിയത് ഒരു രാജ്യത്തിന്റെ സ്വപ്നമാണ്. കഠിനാധ്വാനത്തിന്റെ വെങ്കല വെളിച്ചത്തിന്റെ നഗരത്തിൽ തിളങ്ങുമ്പോൾ അത് നമുക്ക് സ്വർണ്ണ തിളക്കമാണ്. സ്വപ്നങ്ങൾ പറന്നുയരുകയും ചാമ്പ്യന്മാർ ജനിക്കുകയും ചെയ്യുന്ന കായിക ലോകത്തു നിന്നുള്ള കൂടുതൽ പ്രചോദനാത്മകമായ കഥകൾക്കായി കാത്തിരിക്കാം.